ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. വിഷു ആയിട്ട് എന്താ പരിപാടി? എല്ലാവരും സദ്യയൊക്കെ ആക്കിയോ? എന്താ സദ്യക്ക് സ്പെഷ്യല്? പായസമൊക്കെ ഉണ്ടാക്കിയോ? ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ വിഷുവിന് സദ്യ ഒരുക്കുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഓണത്തിന് സദ്യ ഒരുക്കാറുണ്ട്, അങ്ങനെ വിഷുവിന് സദ്യ ഒരുക്കൽ കുറവാണ്. പക്ഷേ എങ്കിൽ ഈ പ്രാവശ്യം എന്തോ എനിക്ക് വിഷുവിന് സദ്യ ഒരുക്കണമെന്ന് തോന്നി. അപ്പം എന്താ പറയുക, എൻ്റെ കൂട്ടുകാർ മാത്രം സദ്യ കഴിച്ചാൽ പോരല്ലോ, ഞാനും കഴിക്കണമല്ലോ. അതുകൊണ്ട് ശരിയെന്ന് വിചാരിച്ചിട്ട് ഇന്ന് സദ്യക്കുള്ള പരിപാടി കേട്ടോ. പക്ഷേ എന്താ പറയുക, ഞാൻ വിചാരിച്ച രീതിയിലൊന്നും നടക്കുന്നില്ല. ഇവിടെ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ ചെറിയൊരു നടുവേദന എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ലൈഫിൽ നടുവേദന എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എങ്കിൽ 2 ദിവസമായിട്ട് നല്ല നടുവേദനയുണ്ട്. അപ്പം നിന്നു ഇരുന്നൊക്കെ ഒപ്പിക്കുവാണ്. അപ്പം എൻ്റെ സദ്യ വന്നിട്ട് എന്താ പറയുന്നത്, പച്ചടിക്കുള്ളത് വേവിച്ച് വെച്ചു, പരിപ്പിനുള്ളത് വേവിച്ച് വെച്ചു, ചോറായി, അവിയലിൽ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ ഇതൊക്കെയാണ്. പിന്നെ ഒരു സാമ്പാറാക്കണം. അങ്ങനെ വലിയ വിപുലമായിട്ടുള്ള സദ്യ അല്ല, ഒരു എന്താ പറയുന്നത് ചെറിയൊരു സദ്യ കേട്ടോ. അപ്പോൾ ഓണത്തിന് എല്ലാ വർഷവും സദ്യ കഴിക്കുക. അപ്പോൾ ഇന്ന് വിഷു ആയപ്പം അതുകൊണ്ട് കൂടെ ചെക്കന്മാർ വീട്ടിലുണ്ട്, അവർക്ക് ഇന്ന് ലീവ്. അപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ. അപ്പോൾ അച്ഛയുടെ ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ടിപ്പോൾ ഇലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇലയ്ക്കകത്തൊരു സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരോട് വെറുതെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയും അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് വിഷയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വിഷു ഇതാണ്. വിഷുവിൻ്റെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. അപ്പം എൻ്റെ കൂട്ടുകാർ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഈ വർഷം വിഷു സെലിബ്രേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പാചകം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളോടൊക്കെ വേഗം ഒന്ന് ആക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ പായസം ആക്ച്വലി ഞാനിത് സേമിയ പായസം വെക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുന്നത്, അപ്പുറത്തുനിന്ന് രണ്ടിടത്തുനിന്ന് ഇപ്പോൾ ഒരിടത്തുനിന്ന് ഒരു അടപ്പായസം കിട്ടി, ഇനി ഒരിടത്തുനിന്ന് ഗോതമ്പ് പായസം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഞാനൊരു സേമിയ പായസം കൊണ്ട് വെക്കുമ്പോൾ എനിക്ക് 3 തരം പായസമായി കേട്ടോ. അപ്പം ഞാനാണ് ഈ പ്രാവശ്യം എന്താ പറയുന്നത് വിഷു കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള അയൽവക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമെന്തല്ലേ. അപ്പം വിഷു ആയിട്ട് എനിക്ക് എന്താ പറയുന്നത് കാര്യമായിട്ടുള്ള സെലിബ്രേഷനാണ്. ഇത് വെക്കണമെന്ന് വിചാരിക്കും. ഞാൻ കുക്കർ അടപ്പ് വെച്ചിട്ട് എളുപ്പമായിട്ട് കൂട്ടത്തിൽ അങ്ങ് അരിഞ്ഞടപ്പിലോട്ട് വെക്കുക. അപ്പോൾ എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് പുറകാലം കാണാം. ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വിഷുവായിട്ട് രാവിലെ പാചകത്തിന് കയറി, പക്ഷേ കുളിയൊന്നും ആയിട്ടില്ല. രാവിലെ എന്താ പറയുക, ഞാൻ വെച്ച് പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ പണിയെടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കുളി കഴിഞ്ഞിട്ടില്ല. അപ്പം പാചകം കഴിഞ്ഞിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഈ ഇടയ്ക്ക് ഇങ്ങനെ പാചകം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം ഞാൻ ഇന്നത്തെ റെസിപ്പികളൊന്നും കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം ഇന്നത്തെ റെസിപ്പിയൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഇന്ന് വേഗം തീരത്തില്ല. അതുകൊണ്ട് ഇന്ന് റെസിപ്പിയെ പറ്റിയൊന്നും ചോദിക്കരുത്. അപ്പോൾ എന്താ പറയുന്നത്, പിന്നെ അവിയലിന് പിന്നെ ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇടത്തില്ല കേട്ടോ. എനിക്ക് അവിയലിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേന, ചേമ്പ്, പിന്നെ അതുപോലെ തന്നെ ഏത്തക്കായ, പിന്നെ അതുപോലെ നമ്മൾ വലിയ പയറുണ്ടല്ലോ, നമ്മൾ ഈ തോരൻ വെക്കുന്ന പയർ, അത്, കുമ്പളങ്ങ, പച്ചമുളക്, പച്ചത്തക്കാളി, ഇത്ര ഞാൻ എൻ്റെ അവിയലിന് ഞാൻ കൂട്ടായിട്ട് ഉപയോഗിക്കും. ഞാൻ ഒരുപാട് കഷ്ണങ്ങൾ ചേർക്കത്തില്ല. എന്നാൽ കൂടി ഇത് ഇത്ര അരിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത് ഉരുളി നിറയുള്ള അവിയലാവും കേട്ടോ. ഞാൻ ആക്ച്വലി ഈ അവിയൽ വെക്കാൻ മടിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വരുമ്പോഴത്തേന് ഒത്തിരിയാവും. അതുകൊണ്ട് ഞാനാണെങ്കിൽ കഴിയുന്നത് അവിയൽ വെക്കുന്നതിനകത്ത് ഒരു മടുപ്പാണ് കാണിക്കുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ തോന്നുന്ന സമയത്താണ് ഈ അവിയൽ വെക്കുന്നത്. അവിയൽ വെച്ചാൽ പിന്നെ 3 ദിവസം തന്നെ ഞാൻ ഈ അവിയൽ വെച്ചിരുന്ന് കഴിക്കണം. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും അല്ലേ. അന്ന് എപ്പോഴും എളുപ്പം എല്ലാവരും കഴിച്ച് തീർക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അന്നത്തെ സദ്യക്ക് എല്ലാവരും കഴിക്കുക. അത് കഴിയുമ്പോൾ പിന്നെ അത് പിന്നെ അവിടെ ഇരിപ്പാവും. അപ്പോൾ എൻ്റെ സദ്യ വട്ടങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടേത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും സമയം എന്താ പറയുന്നത് ആവുന്നു കേട്ടോ. ലഞ്ച് ടൈമൊക്കെ ആവുന്നു. 12:30 കഴിഞ്ഞു, 1 മണി ആവുന്നു. അങ്ങനെ എൻ്റെ സദ്യ എന്ന് പറയാനില്ല, ഒരു തട്ടിക്കൂട്ട് പരിപാടി കേട്ടോ. വലിയ ഇതായിട്ട് ചെയ്തിട്ടില്ല. സദ്യക്ക് മെയിൻ വേണ്ടുന്ന സാധനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല സത്യം പറഞ്ഞാൽ. ഇഞ്ചിക്കറിയും മാങ്ങാച്ചാറൊന്നും ഉണ്ടാക്കില്ല. മാങ്ങ ആഴ്ചയിൽ ഇന്നലെ ഞാനാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചു. പക്ഷേങ്കിൽ ഇന്ന് അത് എന്താ ചെയ്യാനാ, അച്ചാറിടാനുള്ള നേരം കിട്ടിയില്ല, ലേറ്റായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, കുഴപ്പമില്ല, ഇന്ന് ഇഞ്ചിപ്പുളിയും നാരങ്ങപ്പുളി ഇല്ലാതെ നമുക്ക് സദ്യ ഉണ്ടാകുന്ന വിചാരിച്ചു. പിന്നെ പായസം ഞാൻ വെച്ചില്ല. വെക്കാഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരം പായസം കിട്ടി. പിന്നെ ഞാൻ ഇനി പായസം വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതും ഒഴിവാക്കി.
ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇലയും കൂടെ ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി വെച്ച് ഞാനൊന്ന് കുളിച്ച് റെഡിയായി വന്നു കഴിഞ്ഞാൽ എല്ലാ പക്ക പരിപാടിയെല്ലാം ആയി കേട്ടോ. അപ്പം ഞാനിതൊന്ന് തുടച്ചൊന്ന് വെച്ചിട്ട് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ വിഷുവായിട്ട് എൻ്റെ ഓണക്കോടിയായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ വിഷുവിന് ഇത് എടുത്തിട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ പിന്നെ വിഷു സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർ കാണണ്ടേ. ചോറ് അങ്ങനെ അടച്ചു വെച്ചതിൻ്റെ മാർക്ക് വീണ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തോരൻ, പപ്പടം, അവിയൽ, സാമ്പാർ, പിന്നെ വെള്ളരിക്ക പച്ചടി, പിന്നെന്താ പരിപ്പ്, ഇത്ര ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ പായസങ്ങൾ 2 തരം പായസമാണ്. ഗോതമ്പ് പായസമുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ അടപ്പായസമുണ്ട്, പാലട പായസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സേമിയ പായസം വെച്ചില്ല. അല്ലെങ്കിൽ ഞാൻ സേമിയ പായസം കൂടെ വെക്കണമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ. പിന്നെ ഗോതമ്പ് പായസം തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നു. ഇത് നമ്മുടെ ബാക്ക് സൈഡ് നമ്മുടെ വീട്ടിൽ പുറകിൽ നിന്ന് തന്നു. അപ്പം ഗിരിജനങ്ങളിൽ താങ്ക്സ്, രാജിക്ക് താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. എന്നെ രാവിലെ പിന്നെ ഉണ്ണിയപ്പം കൊണ്ട് തന്നായിരുന്നു. ഇത് രാജി ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് 2-3 പീസ് ആളുടെ തിന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലഞ്ച് സ്പെഷ്യൽ അല്ല, വിഷു സ്പെഷ്യൽ. അപ്പം നമുക്ക് ചാപ്പാട് വിളമ്പിയാലോ. ഞാൻ ഇല ഇടട്ടെ. ജീവിതത്തിൽ നമ്മൾ കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് ഒരു വേറൊന്നും തന്നെയല്ലേ. എന്താഘോഷം ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇല ഇട്ടിട്ട് നമ്മളിങ്ങനെ ആഹാരമൊക്കെ വിളമ്പി നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ. കാരണം വെച്ചാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഏത് സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് മറക്കാനാവാത്ത ഓരോ നിമിഷങ്ങളാണ്. അടുത്ത വർഷം ഇതുപോലത്തെ ഒരു ആഘോഷമോ ഒരു വിഷുവോ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷയില്ലാത്തൊരു ജീവിതമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഏത് നിമിഷം കിട്ടിയാലും അത് സന്തോഷമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷു എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ ഞാൻ ആഘോഷിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ വിഷു ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ തോന്നി, എന്തായാലും വിഷു സദ്യ ഒരുക്കണം, എല്ലാവരോടും ഒരുമിച്ച് ആഹാരം കഴിക്കണം. അപ്പോൾ ഇന്ന് ചെക്കന്മാർ 2 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അച്ഛയുടെ അടുത്ത് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ 4 പേർ കൂടെ ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ ശരി എന്നാൽ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ അച്ഛൻ ആദ്യം ഇരുന്നപ്പോൾ ആദ്യം അച്ഛയ്ക്ക് എല്ലാം വിളമ്പി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ചെക്കന്മാർക്ക് വിളമ്പിയിട്ട് ലാസ്റ്റ് എനിക്ക് വിളമ്പാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സദ്യ എൻ്റെ കൂട്ടുകാർ ആൾറെഡി കണ്ടതാണ്. ആക്ച്വലി ഞാനൊന്നും പരിപ്പേറി വെക്കുന്നത് ചെറുപയറിനകത്തായിരുന്നു പരിപ്പേറി വെക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ചെറുപയർ തീർന്നു പോയായിരുന്നു. അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറുപയർ പരിപ്പിനകത്ത് ഇന്ന് പരിപ്പേറി വെച്ചത്. അപ്പോൾ ആ പരിപ്പേറിയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചെങ്കിലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് വന്നിട്ട് ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറവശത്തെ ആൻറ്റി അങ്കിളിൻ്റെ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിക്കറി വെച്ചില്ല. അപ്പോൾ എനിക്ക് അതും കൂടെ ആയപ്പോഴത്തേനും എല്ലാം കറക്റ്റായി കേട്ടോ. പിന്നെ അച്ചാർ ഇടാനുള്ള നേരം കിട്ടാഞ്ഞുകൊണ്ട് അച്ചാറില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും ഞാൻ തട്ടിക്കൂട്ടി. പക്ഷേങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഐറ്റം ഉണ്ടാക്കിനായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഞാൻ തന്നെ എല്ലാം പിന്നെ അരിഞ്ഞ് എടുത്തൊക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിലങ്ങ് നിർത്തിയത്. ആക്ച്വലി പറയുകയാണെങ്കിൽ വിഷുവിന് സദ്യ ഒരുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഓണത്തിന് എന്തൊക്കെയാണ് ഒരുക്കുന്നത് അതെല്ലാം ഇതിനകത്ത് ഒരുക്കാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇന്ന് 1-2 ഐറ്റം ഒക്കെ വിട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എല്ലാം കൂടെ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓരോരുത്തർക്ക് ഇങ്ങനെയാണെങ്കിൽ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ അച്ഛയ്ക്ക് വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂത്തമ്മന് വിളമ്പി കൊടുത്ത് ലാസ്റ്റ് അപ്പൂസിനോട് പറഞ്ഞു, എടാ നിനക്കൂടുള്ള നീ അങ്ങ് വിളമ്പെന്ന് പറഞ്ഞു. അപ്പൂസ് കുറച്ച് വിളമ്പി, ബാക്കി ചോറൊക്കെ ഞാൻ വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടുന്നതും കൂടെ ഞാൻ വിളമ്പുക കേട്ടോ. എനിക്ക് വേണ്ടുന്ന കറികളും അവിയലും സാമ്പാറും എല്ലാം എടുത്ത് സൈഡിലോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവരിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറയത്തില്ല ഒറ്റയ്ക്കായിരുന്നോ കഴിക്കുന്നതെന്ന് ചോദിക്കത്തില്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ ഞങ്ങളുടെ വിഷു സ്പെഷ്യൽ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വിഷുവിന് ഞാൻ സദ്യ ഉണ്ടാക്കുന്നത്. അതൊരു സ്പെഷ്യലാണ്. കാരണം വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരാകുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്തേ. ഓണത്തിനാകുമ്പം ഇനിയും കുറച്ചും കൂടെ അത് ഇഞ്ചിപ്പുളിയായിരുന്നു വെച്ചാൽ ഓണത്തിനാകുമ്പോൾ ഇനിയും കുറച്ചുകൂടെ ഐറ്റം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇഞ്ചിപ്പുളി ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ ഞങ്ങൾ കൊണ്ടുതന്നു. അപ്പം ഇഞ്ചിപ്പുളി കിട്ടി. അച്ചാറില്ലായിരുന്നു കേട്ടോ. അച്ചാർ ഞാൻ ഉണ്ടാക്കില്ല. പായസം ഞാൻ 2 സൈസ് പായസം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പായസം വെച്ചില്ല. അത്രേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങളായിട്ട് ഞങ്ങൾ വിഷു ആഘോഷിച്ചു. എന്നാലും അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് അതും കാര്യമായി. അപ്പം ഞങ്ങൾ എല്ലാവരും ഇന്ന് വിഷു ആഘോഷം കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ വിഷു ആഘോഷിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വട്ടം കൂടി വിഷു ആശംസകൾ. അപ്പം ഈ ചോറൊക്കെ ആദ്യം ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പായസം കുടിക്കണം. അപ്പോൾ ഇലയിൽ ഇച്ചിരി പഴവും പപ്പടമൊക്കെ ഇട്ട് ഇളക്കി പായസം കുടിച്ചിങ്ങനെ എനിക്ക് സമാധാനമുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞിട്ട്
അങ്ങനെ ഞാൻ ഊണ് കഴിച്ച് കഴിഞ്ഞാട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പായസം ഒന്ന് ഒഴിച്ചിട്ട് എന്താ പറയുന്നത്, ഒരു പഴവും പപ്പടം ഇട്ടൊന്ന് ഇളക്കി കഴിക്കണം. ഇത് പാലടയാണ്. ആദ്യം പാലട കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോതമ്പ് പായസം, അതിനെടുത്ത് പപ്പടം. നമ്മൾ കഴിച്ച ഇലയിൽ ഇതൊന്ന് കുഴച്ച് കഴിക്കുമ്പോണ്ടല്ലോ അത് വേറെ ടേസ്റ്റാണ്. എന്തിന് നീ കഴിക്കാൻ പ്രശ്നം? പപ്പടം സദ്യ കഴിക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടൊക്കെ അവിടെ വീഡിയോ ചെയ്യുന്ന മാത്രമല്ല, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട രീതി കഴിക്കുന്നതാണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാന്ന്. എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ കഴിക്കാറുണ്ടോ പഴവും പപ്പടവും കൂട്ടിയിട്ട്? സൂപ്പറായിട്ടുണ്ട്. ഇത് പാലടയും ഇതുകൂടെ സൂപ്പറായിട്ടുണ്ട്. അടുത്തത് ഗോതമ്പ് പായസം ഞാൻ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പം ഗോതമ്പ് പായസത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ആദ്യം ഇത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ. ഇപ്പം ഇതെല്ലാം ഇങ്ങോട്ട് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാട്ടോ. നിങ്ങൾ ഇനി ഗോതമ്പ് പായസം അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഒന്ന് എന്താ പറയുക മയങ്ങിയാലുണ്ടല്ലോ, മയങ്ങണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇനി വെച്ചിട്ട് കഴിയുമ്പോഴത്തേന് ഞാൻ തന്നെത്താൻ ഇങ്ങനെ തരുന്നത് മാണ്ട് പോവും. എന്നും കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ വ്യത്യാസമായിട്ട് കഴിക്കുമ്പോഴേ നമുക്കതൊരു എന്താ പറയുന്നത് ഒരു ഇതാണ്. ഗോതമ്പ് പറയുന്നുണ്ട് അല്ലേ? അതെ, പക്ഷെ പപ്പടം പഴം ഇട്ടപ്പോൾ അത് കോംപ്രമൈസ് ആയി. രണ്ടും നന്നായിട്ടുണ്ട്. അപ്പം രാജിക്കും താങ്ക്സ്, ഗജിനും ആൻറ്റിക്കും താങ്ക്സ്. അപ്പം എന്താ പറയുന്നത്, ഇന്ന് അതുകൊണ്ട് എനിക്ക് പായസം വെക്കേണ്ടി വന്നില്ല. ഞാൻ പായസം വെച്ചാലും അത് ഇതാവും. അപ്പോൾ ഈ രണ്ട് പായസം ഉള്ളത് കൊണ്ടാണ് ഇനി ഇത്രയും പായസം ഇരിക്കുന്നത് ഉണ്ടല്ലേ. ഇതിനകത്ത് പായസമുണ്ട്, ഈ പായസമുണ്ട്. അപ്പോൾ ഇതിലിപ്പം വൈകുന്നേരം കൂടെ ആകുമ്പോഴത്തേന് ഇതിന് കാര്യത്തിന് തീരുമാനമാവും. അതുകൊണ്ട് പിന്നെ ഞാൻ സേമിയ പായസം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഞാൻ സേമിയ പായസം ഉണ്ടാക്കാൻ ഇരുന്നതാണ്. കുഴപ്പമില്ല, നാളെ ഉണ്ടാക്കുന്നില്ല. ഇന്നൊരു ദിവസമേ ഉള്ളൂ വിഷു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ. നമ്മുടെ ചക്കന്മാരെന്തെങ്കിലും കലബലാന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എൻ്റെ കൂട്ടുകാർ കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൂസിന് ചേച്ചി സഹിക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ വിഷു വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോഴത്തേക്ക് ബൈ, സി യു, ബൈ പ്രഭു. ഓക്കെ.